എടുക്കുക എടുക്കുന്നതിന് ഞാൻ എന്താ കണ്ടെന്ന് പറ. ശരി കണ്ടില്ല ശരി. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു. ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക. സദാചാരം പഠിപ്പിക്കുന്ന പെൺകുട്ടി വളരെ കഷ്ടപ്പെട്ട് 2 പേരെ സദാചാരം പഠിപ്പിക്കുന്ന ഒരു പെൺകുട്ടി, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. സംഭവം എന്താന്ന് വെച്ചാൽ ബിമൽ ബിനു എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിനകത്താണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ഭാഗമായിട്ടല്ല, 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വലിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് ഈ പെൺകുട്ടിയുമായിട്ടുള്ള തർക്കം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ബിമൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇതിനോടകം തന്നെ ആ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. കുറെ പേരെടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. കുറെ പേര് ഈ പെൺകുട്ടിയെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് ഈ പറയുന്ന ബിമലും അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ വൈഫ് 2 പേരും ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ബിമലിന് വയ്യാണ്ടാവുന്നു, പുള്ളിക്കാരന്റെ BP ലോ ആകുന്നു. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വണ്ടി എടുത്ത് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടായത് കാരണം കാറ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നു. പാർക്ക് ചെയ്തിട്ട് വൈഫിന്റെ മടിയിൽ തല വെച്ച് കിടക്കുന്നു. ഇത്രയുമാണ് സംഭവിച്ചത്. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ആ ഒരു വീഡിയോക്കകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ പുള്ളിക്കാരൻ കാറൊക്കെ നിർത്തിവെച്ച ആ ഒരു റോഡ് സൈഡിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു വീടുണ്ട്. ആ വീടിനകത്ത് ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഇവർ കാറിനകത്ത് എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് വൻ സീൻ ആക്കിയിട്ടുള്ളത്. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് പുറത്ത് പറയാൻ പറ്റാത്ത രീതിക്കുള്ള, പുള്ളിക്കാരിക്ക് പറയാൻ പോലും നാണക്കേട് തോന്നുന്ന വിധത്തിലുള്ള എന്തൊക്കെയോ സംഭവിച്ചെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ആ ഒരു വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കാണിച്ചിട്ട് ഞാൻ ബാക്കി പറയാം. വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു? ഇയാളെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാം വീടിന്റെ വാറൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ഇത് എന്റെ റൈറ്റാ, എന്താ കാര്യം, അതെന്താ സംഭവം എടുക്കുക, എവിടെ പോകുന്നുള്ളൂ നോക്കാം. പേഴ്സണലായിട്ട് കാര്യമല്ല, ഇയാൾക്ക് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ എന്ത് പേഴ്സണൽ? ഞാൻ ഇയാൾ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാള്. അപ്പൊ ഈ തർക്കം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നോക്കുന്ന സമയത്ത് ഇത് വളരെ വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയാണ്, എന്നെക്കാളൊക്കെ ഏജ് കുറവുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പൊ ഞാൻ ആലോചിച്ച സംഭവം എന്താണെന്നറിയോ, പണ്ട് ഇപ്പോഴൊന്നല്ല, കുറെ വർഷങ്ങൾക്ക് മുൻപ്, ഒരു 10, 13, 14, 15 വർഷങ്ങൾക്ക് മുൻപ് ഈ മൊബൈൽ ഫോണൊക്കെ ഇത്രത്തോളം ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എന്നൊക്കെ നമ്മൾ ചെറുതാണ്. ആ കാലത്ത് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണൊന്നും എത്തിയിട്ടില്ല. എന്നാൽ ഈ മൊബൈൽ ഫോൺ കിട്ടിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ലായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ പലരും എന്ത് ചെയ്യും, ഈ മൊബൈൽ ഫോണൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതെടുത്തിട്ട് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുക, അത് പോയിട്ട് ഷൂട്ട് ചെയ്യുക, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഓർത്തു നോക്കിയാൽ പലർക്കും ഓർമ്മ കിട്ടുമായിരിക്കും. ആ കാലത്തൊക്കെയാണ് ഒരുപാട് ഇതേപോലുള്ള സദാചാര പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ സദാചാരം എന്ന് പറയുന്ന വേർഡ് പോലും ശരിക്കും തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പൊ ആദ്യം ഈ കാര്യത്തിലേക്ക് വരാം. അപ്പൊ അന്ധകാലത്ത് സദാചാര പ്രശ്നം എന്നുള്ള രീതിക്ക് പല ആൾക്കാരും എന്ത് ചെയ്യും, മൊബൈൽ ഫോൺ കൊണ്ട് 2 പേരും ഒരുമിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്ത്രീയോ പുരുഷനൊക്കെ ആണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഫോൺ എടുത്തിട്ട് ഷൂട്ട് ചെയ്യും. നിങ്ങൾ എന്താണ് ഇവിടെ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ച് ഷൂട്ട് ചെയ്തിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ അതിൽ പെട്ടുപോയ ഒരുപാട് പേരുണ്ട്. സുഹൃത്തുക്കളായിരിക്കും, ബന്ധുക്കളായിരിക്കും. ഇവര് പുറത്ത് യാത്ര ചെയ്യുന്നു, കൂൾ ബാറിൽ ഇരിക്കുന്നു, കുറച്ച് സമയം കൂടുതലായിട്ട് 2 പേര് ചെലവഴിക്കുന്നത് കണ്ടാൽ അപ്പം നാട്ടുകാർ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇതൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ച്. അപ്പൊ അന്ന് സദാചാരം പഠിപ്പിക്കുന്ന കാലഘട്ടം അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം ആ സംഭവം ഒന്നും ഇപ്പൊ എവിടെയും കാണാറില്ല. അപ്പൊ അതൊക്കെ തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ അന്ധകാലത്ത് മൊബൈൽ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യുന്നു, ഈ കാലത്ത് മൊബൈൽ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യുന്നില്ല. അത്രയേ ഉള്ളൂ ഈ പെൺകുട്ടി ചെയ്തതും അവരും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അന്ന് അവർ ചെയ്യുന്നതിന്റെ ബാക്കി തന്നെയാണ് ഈ പെൺകുട്ടിയും ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊക്കെ മുതിർന്ന പ്രായമായിട്ടുള്ള ആൾക്കാരായിരുന്നു അന്ന് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുന്ന സമയത്ത് വളരെ പ്രായം കുറവുള്ള ഒരു പെൺകുട്ടിയാണ് ഈ സദാചാര പ്രശ്നം കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്തുള്ള സദാചാരം എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം തെറ്റാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി സദാചാരം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല മൂല്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് പ്രവർത്തിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക പോലുള്ള നല്ല നല്ല ഗുണങ്ങളെയാണ് നമ്മൾ സദാചാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ള വ്യക്തികളെ ഇതുപോലെ അവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് അവരിതേപോലെ
പഠിപ്പിക്കാൻ ട്രൈ ചെയ്യുക, അവരെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആക്ച്വലി സദാചാരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അത് അസദാചാരമായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ കാരണം, നമ്മുടെ ഇൻസെക്യൂരിറ്റി കാരണം, നമ്മുടെ സംശയരോഗം കാരണമൊക്കെയാണ് ഇതുപോലെ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവരെ പഠിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നതും. അപ്പൊ അത് സദാചാരത്തെയൊക്കെ ലംഘിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോയിട്ടുള്ള കാര്യമായതുകൊണ്ട് സദാചാരം എന്നുള്ള ആ ഒരു പ്രയോഗം, സദാചാരം പഠിപ്പിക്കൽ എന്നുള്ള പ്രയോഗം പോലും ആക്ച്വലി തെറ്റാണ്. അസദാചാരമായിട്ടുള്ള ഇടപെടലാണ് അവർ നടത്തുന്നത്. അപ്പൊ ആ സദാചാരമല്ല ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് ഭാര്യയും ഭർത്താവുമാണെന്ന് ആ പെൺകുട്ടിക്ക് അറിയില്ല. അപ്പൊ ആ പെൺകുട്ടിയുടെ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആ പെൺകുട്ടി ഇതുപോലെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള രണ്ടു പേർക്ക് എന്തിനാണ് റോഡ് സൈഡിൽ കാർ നിർത്തിയിട്ടിട്ട് അവർക്ക് ഫിസിക്കൽ കോണ്ടാക്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? അത്തരം ബന്ധം കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവർക്ക് അതിന്റെ ആവശ്യം പോലും ഇവിടെ ഇല്ല. പക്ഷെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഭാര്യയാണെന്ന് അറിയില്ല, ഭർത്താവാണെന്ന് അറിയില്ല. പെൺകുട്ടി അങ്ങ് സങ്കല്പിക്കാണ്, ഇവർ രണ്ടുപേരും കാറിനകത്തിരിക്കുന്നു, ഒരാൾ കാണുന്നു, എന്തൊക്കെയോ കാണുന്നു, എന്നാൽ അത് തന്നെ അവർ തമ്മിൽ മറ്റൊരു ബന്ധം തന്നെയാണ് അവിടെ നടക്കുന്നത്, പൊതു ഇടത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്തോ കാര്യമാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടി അങ്ങ് സങ്കല്പിക്കുകയാണ്. അപ്പൊ ആക്ച്വലി പ്രശ്നം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ സംശയരോഗമാണ്. അപ്പൊ ആ സംശയരോഗത്തെ, അത്തരം ഇൻസെക്യൂരിറ്റിയെ പെൺകുട്ടി കൊണ്ടുപോയിട്ട് അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത്, അവർ അതും വെച്ചിട്ട് ഉപദ്രവിക്കുന്ന സമയത്താണ് ഇവിടെ ഈ പറയുന്ന സദാചാരം എന്ന് പറയുന്ന വേർഡ് എല്ലാവരും എടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതും ഈ പറയുന്ന പോലെ അസദാചാരമായിട്ടുള്ള ഇടപെടലാണ് നടക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടിയുടെ ഇടപെടൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോയുടെ ബാക്കി ജസ്റ്റ് ഒരു ഭാഗമുണ്ട്, അതുകൂടി ഞാൻ ഒന്ന് കാണിക്കാം. ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ എടുക്കാൻ ഒരു കാര്യമില്ല. കണ്ടേ, പകുതി റോഡിൽ നടക്കുന്നത്, റുവാക്കി റോഡ് സൈഡിലും. അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്തേ വണ്ടി ഇവിടെ ഇടുന്നത്, മാരിയോട് ചോദിക്കാം, കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. അതായത് അവർ ചോദിച്ചിട്ടില്ല. അവരെല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേട്ടല്ലോ. വണ്ടി വിട്ടേക്കും. ഇല്ല, വണ്ടി വിട്ടേക്കും. അവള് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കട്ടെ, അടുത്ത ആളെ വിളിക്കട്ടെ. പെങ്കൊച്ചു വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാത്ത പക്ഷം വണ്ടി വിട്ടേക്കും. നല്ല എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടില്ല എല്ലാവരും കാണത്തുള്ളൂ. ഇവർ ഈ നമ്പരൊക്കെ വീഡിയോ എടുത്ത് വെച്ച്, വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോ ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും, എന്നെ അറിയാവുന്നവർ കേട്ട് ഞാൻ എന്താ വിചാരിക്കും, ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ട് വേറെ പരിപാടിയാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവർ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. അതായത് നമ്മുടെ വീടിന്റെ മുമ്പിൽ നമ്മൾ കാണുന്ന ചുറ്റുപാടില് ഇതുപോലെ ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് സമയം കൂടുതലായിട്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാന്യമായിട്ട് ചെന്ന് ചോദിക്കാം, എന്താണ് ഇവിടെ പ്രശ്നം, എന്താണ് ഇവിടെ വണ്ടി നിർത്തി വെച്ചെന്നൊക്കെ നമുക്ക് ചോദിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. നമുക്ക് ചോദിക്കാം. അല്ലാണ്ട് അവിടെ ഇടിച്ചു കയറി ചെന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അവരെ നമ്മൾ നല്ല നടപ്പ് പഠിപ്പിക്കാൻ ട്രൈ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ സംശയരോഗത്തിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ഇൻസെക്യൂരിറ്റീസിന്റെ ഭാഗമായിട്ട് അവരെ ചെന്നിട്ട് കയറി പഠിപ്പിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. നമുക്ക് എന്തെങ്കിലും റോങ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ വളരെ മാന്യമായിട്ട് ചെന്ന് ചോദിക്കാം. വളരെ മാന്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ തിരുത്താൻ ട്രൈ ചെയ്യാം. അതിന് പറ്റില്ല എങ്കിൽ നിയമപരമായിട്ട് നമുക്ക് അതിനെ സമീപിക്കാം. അങ്ങനെ പല പല മാർഗങ്ങളുണ്ട്. അല്ലാണ്ട് നമ്മൾ ആരും മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കാനോ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെന്ന് ഇതുപോലെ ചീത്ത വിളിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഈ പെൺകുട്ടി ചെയ്ത സംഭവം തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് എവിടെ എന്ത് പ്രശ്നമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലും മാന്യമായിട്ട് സംസാരിക്കുമ്പോഴാണ് അത് വളരെ മാന്യമായിട്ടുള്ള ഇടപെടലായിട്ട് മാറുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഇടിച്ചു കയറി സംസാരിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ അത് പണ്ടത്തെ സദാചാര അമ്മാവന്മാരെന്നൊക്കെ നമ്മൾ പറയായിരുന്നു. ആ കാലത്ത് 10, 15, 20 വർഷം മുമ്പ് പലരും മൊബൈൽ ഫോണൊക്കെ കിട്ടിയ കാലത്ത് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളുടെ ബാക്കിയായിട്ട് നമ്മൾ കാണിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളൊക്കെ കുറച്ചുകൂടി പ്രോഗ്രസീവായിട്ട് ചിന്തിക്കേണ്ടേ. കാലഘട്ടം മുൻപോട്ട് പോകുന്നു, പെൺകുട്ടികളൊക്കെ വളരെയധികം പ്രോഗ്രസീവ് ആണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇതൊക്കെ കാണുന്ന സമയത്ത് എവിടെയാണ് ഈ പറഞ്ഞ പുരോഗമന ചിന്താഗതി എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. സോ നമുക്കൊരു പ്രശ്നം ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ചെന്ന് അത് മാന്യമായിട്ട് കൈകാര്യം ചെയ്യുക. അല്ലാണ്ട് മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ചീത്ത വിളിച്ച് അവരുടെ ഇമേജിന് കോട്ടം തട്ടുന്ന രീതിക്കൊന്നും ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇവർക്കും സോഷ്യൽ ലൈഫ് ഉള്ളതാണ്, ഇവരും മനുഷ്യന്മാരാണ്. നമ്മുടെ തെറ്റിദ്ധാരണ കാരണം, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യത്തിൽ നമ്മുടെ തെറ്റിദ്ധാരണയൊക്കെ കാരണം മറ്റുള്ളവരെ പോയിട്ട് ബുദ്ധിമുട്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഒരു ഉറപ്പില്ല. അപ്പൊ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയേണ്ട സംഗതിയാണ്, അതായത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും പോയിട്ട് ആധികാരികമായിട്ട് അഭിപ്രായം പറയരുത്, ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് വിമർശിക്കൊന്നും ചെയ്യരുത്. ഒരു കാര്യത്തിൽ ആദ്യം ക്ലാരിറ്റി വരുത്തുക. അത് സമൂഹത്തെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, സമൂഹത്തിന്റെ നിയമത്തിനെ ലംഘിക്കുന്ന കാര്യമാണെന്നൊക്കെ തോന്നുന്ന സമയത്ത് അതിൽ പോയിട്ട് ഇടപെട്ട് നമ്മൾ അതിനെ മാക്സിമം ആയിട്ട് അതിനെ കോംപ്രമൈസ് ചെയ്ത് പരിഹരിക്കാൻ ട്രൈ ചെയ്യുക. അല്ലാണ്ട് ഇടിച്ചു കയറി ചെന്ന് ഒരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങളിൽ ഇതുപോലെ ഷൗട്ട് ചെയ്ത് ബഹളം ഉണ്ടാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ പോലും ബുദ്ധിമുട്ടിച്ച് അവരുടെ ഇമേജിന് കോട്ടം തട്ടുന്ന രീതിക്ക് ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇപ്പൊ ഈ ചെറുപ്പക്കാരൻ പുള്ളിക്കാരന്റെ ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്തത് കാരണം ഓക്കെ ആളുകൾക്ക് മനസ്സിലായി. അതല്ല എങ്കിൽ ഭാവിയിൽ മറ്റേതെങ്കിലും വിധത്തില്
ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ വൈഫും ചേർന്നുള്ള വീഡിയോ, ഇതുപോലെ വഴക്കുണ്ടാക്കുന്ന വീഡിയോ മറ്റെന്തെങ്കിലും തലക്കെട്ടോട് കൂടിയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്കാർക്ക് നാണക്കേട്. സോ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളിലൊന്നും പോയിട്ട് ആള് കളിക്കാതിരിക്കുക. അതുപോലെ തന്നെ സദാചാരം എന്നുള്ള, നമ്മളൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദാചാരം എന്ന പേരിലുള്ള അത്തരം അസദാചാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. അതൊന്നും നമ്മുടെ ജോലിയല്ല. നമുക്ക് പ്രശ്നം ഫീൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിയമം ലംഘിക്കുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യുക, ആ ആൾക്കാരെ പോലീസിലോ നിയമത്തിലോ ഒക്കെ ഏൽപ്പിക്കുക. അത്രയ്ക്ക് നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാണ്ട് എവിടെയും പോയിട്ട് നമ്മൾ ഷോ ഓഫ് കാണിക്കേണ്ട ഒരു കാര്യമില്ല.